ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM. സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഊഷ്മളമായ സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ പൂന്തോട്ടത്ത് വിനയകുമാർ അവതരിപ്പിച്ച കഥ, ഷീജ MS അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യം പൂന്തോട്ടത്ത് വിനയകുമാർ അവതരിപ്പിച്ച കഥ. കഥയുടെ പേര് ധൂമകേതുക്കൾ. ആകാശത്തിലെ ധൂമകേതുക്കൾ ജീവനില്ലാത്തവയാണെങ്കിൽ ഭൂമിയിലെ ജീവനുള്ള ധൂമകേതുക്കളെക്കുറിച്ചാണ് ഇന്ന് പ്രകാശൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അവരെപ്പോലെയുള്ളവർ നിങ്ങളുടെ ചുറ്റുവട്ടത്തും ഉണ്ടാകാമെന്നല്ല, ഉറപ്പായും ഉണ്ട്. സ്വന്തം നാട്ടിലാണ് ആദ്യമായി അയാൾ ചില ധൂമകേതുക്കളെ കണ്ടു തുടങ്ങിയത്. അപ്രതീക്ഷിത സമയങ്ങളിൽ വേഗതയിൽ അവർ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം, വന്ന് കൂട്ടിയിടിച്ചെന്നും വരാം. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ആ ദിവസം എന്നല്ല, ആഴ്ചയെ പോയി കിട്ടി എന്ന് പറയുന്നതാവും ശരി. അനിഷ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന, അരോചകമുളവാക്കുന്ന ഒരു വ്യക്തിയെ അവനെ തന്നെ ഇല്ലാതാക്കുന്ന ചില ചോദ്യങ്ങളും അഭിപ്രായങ്ങളുമായി ചുറ്റിക്കറങ്ങുന്ന ധൂമകേതുക്കളെ പ്രകാശൻ ഇപ്പോൾ സ്ഥിരമായി കാണുന്നു. ഒരാവശ്യവുമില്ലാത്ത, അറിഞ്ഞിട്ട് ഒന്നും തന്നെ നേടാനില്ലാത്ത വ്യക്തിപരമായ ചില ചോദ്യങ്ങൾ ചോദിച്ച് അലോസരപ്പെടുത്തുന്ന തുരുക്കം ചില ധൂമകേതുക്കൾ. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഇത്തരം ചില സൈക്കോകളെ കാണാൻ കഴിയും എന്ന് പ്രകാശൻ സ്വന്തം അനുഭവം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു. ചുറ്റുപാടുകളെല്ലാം സശ്രദ്ധം വീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ പ്രകാശൻ ഓരോ ആളുകളുടെയും സ്വഭാവം ശ്രദ്ധിക്കാറുണ്ട്. സ്നേഹത്തോടെ പെരുമാറുന്നവർ, സത്യസന്ധത കൈമുതലായി സൂക്ഷിക്കുന്നവർ, പരോപകാരികൾ, സേവന സന്നദ്ധതയുള്ളവർ, മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ടുപോലും വേദനിപ്പിക്കാത്തവർ, മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ പങ്കാളിയാകുന്നവർ. എന്നാൽ അതിന് നേരെ വിരുദ്ധമായി മറ്റു ചിലരും, മറ്റുള്ളവരുടെ കുറ്റം മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുന്നവരും പറയുന്നവരും, അന്യരുടെ വീഴ്ചകളിൽ ആനന്ദം കണ്ടെത്തുന്നവർ. ഇവരെ ധൂമകേതുക്കൾ എന്ന് പറയാനാണ് പ്രകാശന് കൂടുതൽ ഇഷ്ടം. മുമ്പ് പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും പ്രത്യേകിച്ച് മലയാളികൾക്ക് മാത്രമായി ചില പൊതു സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് പ്രകാശൻ ഗൾഫിലെത്തിയപ്പോഴാണ്. പണ്ട് കരുതിയിരുന്നത് അത്തരം ചില ആളുകൾ സ്വന്തം നാട്ടിൽ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു. ഒരു ആവശ്യവുമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച് അല്പം കുത്തി നോവിക്കുക എന്നത് ചിലരുടെ ഒരു ഹരമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ജോലിയും കൂലിയും ഇല്ലാതിരുന്ന കാലത്ത് ഏതാനും ചില ധൂമകേതുക്കൾ പതിവായി ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഇതായിരുന്നു: ഇതുവരെ ജോലിയൊന്നും ആയില്ലേ? 25 വയസ്സ് കഴിഞ്ഞിരുന്നു പ്രകാശന് അപ്പോൾ. ഈ ചോദിക്കുന്ന ആളുകൾക്ക് തനിക്ക് ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും ഒന്നുമില്ലെന്നും അയാൾക്ക് കൃത്യമായി അറിയുകയും ചെയ്യാമായിരുന്നു. ബിരുദമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്നത് പോലെയാണല്ലോ ചിലർ ചോദിക്കുന്നത്. നെഞ്ചുരുക്കി നിൽക്കുമ്പോൾ അടുത്ത ചോദ്യം ഉടനെ വരും: ഒന്നും ശ്രമിക്കുന്നില്ല അല്ലേ? അതോ ജോലി ഇനി വേണ്ടെന്നാണോ? ആരെങ്കിലും ജോലി വേണ്ടെന്ന് വയ്ക്കുമോ? നെഞ്ചകം തകർക്കുന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് ചോദിച്ചവർ പോയി മണിക്കൂറുകൾ കഴിഞ്ഞാലും ആവശ്യമില്ലാത്ത ആ വാക്കുകളുടെ കൂർത്ത മുനകൾ, ഹൃദയത്തിലേൽപ്പിച്ച മുറിവുകൾ ഉണങ്ങാൻ വീണ്ടും എത്രയോ സമയമെടുക്കും. ഉള്ളിലെ മുറിവിൽ രക്തം കിനിഞ്ഞുകൊണ്ടിരിക്കും. അത് പഴുത്ത് വ്രണമായി പുഴുവരിച്ചു തുടങ്ങിയാലും അവർ വിടില്ല. കടുത്ത മുറിവുകളിൽ വീണ്ടും വീണ്ടും കുത്തി പരിക്കേൽപ്പിക്കുമ്പോൾ നിസ്സഹായതയുടെ വറചട്ടിയിൽ എരിഞ്ഞു നിൽക്കുന്നത് കാണാൻ അവർക്ക് ഒരു പ്രത്യേക ഹരമാണ്. ഈ ചോദിക്കുന്ന ആളിന് ഒരു പണിയും തുണിയുമില്ല എന്നുള്ളത് മറ്റൊരു സത്യവും. പ്രകാശിന് സ്പോർട്സിൽ കഴിവുണ്ടായിരുന്നു. 1-2 പ്രാവശ്യം പഞ്ചായത്ത് തലത്തിലും ജില്ലാതലത്തിലും കായിക മത്സരങ്ങളിൽ ജയിച്ചപ്പോൾ അധ്യാപകനും അയൽപക്കക്കാരനുമായ ആന്റണി സാർ പറഞ്ഞത്, ഇനി വീട്ടിലെ കൃഷിയൊക്കെ നോക്കിക്കൂടെ എന്നാണ്. എത്ര നല്ല പ്രോത്സാഹനം! എന്തൊരു മനുഷ്യൻ! അയാൾ ഒരു അധ്യാപകനല്ലേ? തന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം പ്രകാശന് വെറുപ്പ് തോന്നി തുടങ്ങിയിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ കോളേജിലെ ക്രിക്കറ്റ് ടീമിൽ കയറുന്നതും പ്രകാശൻ കണ്ടു. ജോലിയായില്ലേ എന്ന ചോദ്യം കേട്ടു മടുത്തപ്പോഴാണ് അയാൾ അടുത്തുള്ള പട്ടണത്തിലെ ഷോപ്പിൽ സെയിൽസ്മാനായിട്ട് ചേർന്നത്. അതോടെ ജോലിയില്ലേ എന്ന ചോദ്യത്തിനെങ്കിലും തൽക്കാലം ഒരു മറുപടി പറയാമല്ലോ എന്നാണ് കരുതിയത്. എന്നാൽ പ്രകാശന് വീണ്ടും തെറ്റി. അപ്പോൾ അടുത്ത ചോദ്യം: കച്ചവടക്കാരനായി ജീവിതം തീർത്താൽ മതിയോ എന്ന്. സ്വന്തമായി വീട്ടുകാർക്കോ തനിക്കോ ഇല്ലാത്ത ഈ ശങ്ക വെറുതെക്കാർക്ക് എന്തിനെ? ഇവറ്റകൾക്ക് വേറെ ഒരു പണിയുമില്ലേ? ഒരാളോട് ഇങ്ങനെ എങ്ങനെ ചോദിക്കാൻ കഴിയുന്നു?
താൻ ഇന്നുവരെ ആരോടും ഇങ്ങനെ വേദനിപ്പിക്കുന്ന ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ. കഷ്ടം തന്നെ. സ്വന്തം നാടിനെ വെറുക്കുവാൻ പ്രേരിപ്പിക്കുന്ന ചില മാനസിക വൈകല്യമുള്ളവരുടെ ചോദ്യങ്ങളിൽ നിന്നും രക്ഷ നേടുവാനാണ് യഥാർത്ഥത്തിൽ പ്രകാശൻ ഗൾഫിലേക്കെത്തിയത്. ചൊറിയുന്നവരും മാതുന്നവരും ഇവിടെയും കുറവല്ല, പ്രത്യേകിച്ച് മലയാളികൾ എന്ന് വൈകാതെ അയാൾ അറിയുന്നു. ചിലരുടെ ബാലിശ്യമായുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അയാൾക്ക് ഓക്കാനും വരും. ചിലർക്ക് അറിയേണ്ടത് ഇവയൊക്കെയാണ്: വീട്ടിലേക്ക് വിളിക്കാറുണ്ടോ, പൈസ അയക്കാറുണ്ടോ, അവധിക്ക് പോകുമ്പോൾ ബന്ധുക്കളുടെ വീട്ടിൽ പോകാറുണ്ടോ, അവിടെ നിന്നും ഭക്ഷണം കഴിക്കാറുണ്ടോ, അവിടെ തങ്ങാറുണ്ടോ, അവിടെ ഉറങ്ങാറുണ്ടോ, എന്തൊക്കെ അറിയണം. മനം പുരട്ടുന്ന അനാവശ്യമായ ചോദ്യങ്ങളുടെ ഘോഷയാത്രകൾ. ഈ വിവരദോഷികൾക്ക് എന്തൊക്കെ അറിയണം? ഇതൊന്നും അയാളോടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് പ്രകാശന് നന്നായിട്ട് അറിയാമായിരുന്നു. ഇതൊന്നും അറിഞ്ഞിട്ട് അവർക്കൊരു കാര്യവുമില്ലെന്ന് മാത്രമല്ല, ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്കും നന്നായിട്ട് അറിയാം. ഗൾഫിൽ നിന്നും അവധിക്ക് വന്ന തന്നോട് സുധാകരേട്ടൻ ചോദിച്ചു, ഇനി നിർത്തി ഇങ്ങ് പോന്നുകൂടെ? ഭാര്യയെ അറബിയുടെ ഗദ്ദാമയായി പറഞ്ഞു വിട്ടിട്ട് അവർ വളരെ പാടുപെട്ട് അയച്ചു കൊടുക്കുന്ന പൈസ യാതൊരു ഉളുപ്പുമില്ലാതെ ചെലവഴിച്ച് നാട്ടിൽ കവല നിറങ്ങി നടക്കുന്ന സുധാകരേട്ടൻ്റെയാണ് ഈ ഉപദേശം എന്നത് പ്രകാശനിൽ ഒരുപാട് ഈർഷ്യയുണ്ടാക്കി. അയാൾ മനസ്സിൽ പറഞ്ഞു, അടുത്ത ധൂമകേതു. അയാൾക്ക് ഉള്ളിൽ രോഷം കനത്തുകൊണ്ടിരുന്നു. ഒരു തരത്തിലും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാത്ത ചില ധൂമകേതുക്കൾ. ഹൃദയാഴങ്ങളിലേക്ക് ഇഴുത്തിയായി കീറിമുറിക്കുന്ന, ഒരിക്കലും മായാത്ത കടുത്ത വ്രണങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ധൂമകേതുക്കൾ. അവരെ നേരിൽ കാണരുതേ എന്ന് പലപ്പോഴും അയാൾ ആഗ്രഹിക്കാറുണ്ട്. ഇത്തരം ധൂമകേതുക്കളുടെ സഞ്ചാരപാതയിൽ നേരെ കടന്നു ചെല്ലാതിരിക്കാൻ പ്രകാശൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരുന്നു. മലയാളികൾ ഇങ്ങനെയാണ്. സ്വന്തം കാര്യങ്ങളെക്കാൾ അവർക്ക് പ്രാധാന്യം അയൽപ്പക്കത്തെ കാര്യങ്ങളാണ്. അതിന് ലോകത്തെവിടെ ചെന്നാലും ഒരു മാറ്റവുമില്ലെന്ന് പ്രകാശന് തോന്നി. 12 വർഷമായി ഗൾഫിൽ ഒരേ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ അയാളോട് ചോദിച്ചത് തന്നെ ഇതിന് തെളിവ്. അയാൾ ചോദിക്കുന്നു, 5 വർഷമായിട്ടും എന്തേ പ്രമോഷൻ കിട്ടാതിരുന്നത്? അത് മേടിച്ചെടുക്കാൻ നോക്കേണ്ടായിരുന്നോ? പ്രകാശന് ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ചൊറിഞ്ഞു കയറി. സ്വന്തം അപ്പൻ്റെ സ്ഥാപനമല്ലേ ഇഷ്ടം പോലെ സ്ഥാനമാനങ്ങൾ കിട്ടാൻ, അവൻ മനസ്സിൽ പറഞ്ഞു. ചോദിച്ച ചങ്ങാതിയുടെ കാര്യം ഇതിലും വലിയ സംഭവം. അങ്ങോർ ഒരേ പോസ്റ്റിൽ ജോലി ചെയ്യുന്നത് 12 വർഷങ്ങളായിരിക്കുന്നു എന്നതാണ്. എന്തേ തനിക്ക് കൂടുതൽ പ്രമോഷൻ കിട്ടാതിരുന്നു? ബാലിശമായ ആ ചോദ്യം പ്രകാശൻ തിരിച്ചു ചോദിച്ചില്ല. അയാൾ അങ്ങനെ ചോദിക്കാൻ ശീലിച്ചിട്ടില്ലായിരുന്നല്ലോ. തൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. അയാൾ ഓർത്തു. എന്നും മധുരിക്കുന്ന ഓർമ്മകൾ മാത്രമുള്ള ചെറുപ്പകാലം. പണ്ട് പാടത്തിൻ്റെ വരമ്പിലൂടെയാണ് പള്ളിക്കൂടത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അന്ന് പാടത്തിൻ്റെ വരമ്പ് നടപ്പുവഴി മാത്രമായിരുന്നു. ചെമ്മണ്ണ് നിറഞ്ഞ വഴി. പാടത്ത് നിറയെ ചെളിവെള്ളമായിരിക്കും. 2-3 സ്ഥലങ്ങളായി കലപ്പ കൊണ്ട് കണ്ടം ഉഴുതുമുറിക്കുന്ന കാളകൾ. അതൊരു കാഴ്ച തന്നെയായിരുന്നു. കാളയെ തെളിയിക്കുന്ന നാരായണനും ശങ്കരനും മാധവനും, ശങ്കരൻ്റെ മകൻ മധു കൂടെ പഠിക്കുന്ന കൂട്ടുകാരനും. ഒരു കുറിയാണ്ട് ചുറ്റി ചെളി തെറിപ്പിച്ച് കാളയുടെ പുറകെ ഓടുന്ന ശങ്കരൻ. അത് കണ്ട് പ്രകാശൻ പല പ്രാവശ്യം മോഹിച്ചിരുന്നു അതുപോലെ കണ്ടത്തിലിറങ്ങി ചേറിലൂടെ ഓടി നടക്കാൻ. അതുപോലെ പാടത്തെ ചേറുമണം അവന് വലിയ ഇഷ്ടമായിരുന്നു. അവരൊന്നും അവനോട് ഒരിക്കലും ഒരു ചോദ്യവും ചോദിച്ചിരുന്നില്ല. പഠിക്കാൻ പോകുന്നതെന്ന് മാത്രമല്ല, എന്തിന്, എവിടേക്ക് എന്നൊക്കെ. വരമ്പത്തുകൂടി പറവകളെപ്പോലെ ഒരുപാട് കുട്ടികൾ അതുവഴി വരുമായിരുന്നു. തലയിൽ കൊമ്പുപോലെ ചുവന്ന റിബൺ കെട്ടി പെൺപള്ളിക്കൂടത്തിൽ പഠിക്കുന്ന രേണുക അതുവഴി പോകുമ്പോൾ അവന് ശ്വാസഗതി ഉച്ചാവസ്ഥയിലെത്തുമായിരുന്നു. പാടം കഴിഞ്ഞുള്ള കരിങ്കിൽ കൊതുകടിയും കൊണ്ട് എത്രയോ പ്രാവശ്യം കൂട്ടുകാരോടൊത്ത് അവൾ നടന്നു പോകുന്നു നോക്കി നിന്നിരിക്കുന്നു. ഇപ്പോൾ അവൾക്ക് കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിരിക്കും. തണുവേകുന്ന മിഴിവേകുന്ന ഓർമ്മകൾ. ഓർമ്മകൾക്കെന്നും സുഗന്ധം തന്നെ. പിന്നീട് കോളേജിലെത്തിയപ്പോഴും എന്തെല്ലാം. ക്ലാസ് കട്ട് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലും വിളിക്കാത്ത ഏതൊക്കെയോ കല്യാണങ്ങളിലും ചെന്നിരുന്ന് സദ്യ കഴിച്ച് കൃത്യമായി 4:30 ആകുമ്പോൾ വീട്ടിലെത്തിയിരുന്നത്. സായം സന്ധ്യകളിൽ കൃഷി ഒഴിഞ്ഞ പാടങ്ങളിൽ കാൽപന്ത് കളിയിൽ സജീവമായി പങ്കെടുത്തിരുന്നത്. ടൗണിലെ കോളേജിൽ പഠിക്കുമ്പോഴാണ് അടുത്തുള്ള തിയേറ്ററിൽ ഷക്കീല ചേച്ചിയുടെ ഡ്രൈവിംഗ് സ്കൂൾ സിനിമ വരുന്നത്. പോസ്റ്ററിൽ ചേച്ചി നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. കൂട്ടുകാർ എരിവും പുളിയും ചേർത്ത് കണ്ട സിനിമാ കഥ പറഞ്ഞപ്പോൾ പിന്നെ അതെങ്ങനെ കാണുമെന്നായി. പടം കാണാൻ പൈസ വേണമല്ലോ. ഒടുവിൽ വീട്ടിൽ ചെറിയ കള്ളം പറഞ്ഞ് പൈസ സംഘടിപ്പിച്ചു. വളരെ കുറഞ്ഞ നിരക്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ട്, രജിസ്റ്റർ ചെയ്തിടാനാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും പൈസ വാങ്ങി അങ്ങനെ ഷക്കീല ചേച്ചിയുടെ ഉച്ചപ്പടത്തിന് കയറിയത്. താൻ കയറിയത് മറ്റാരും അറിയരുതെന്ന ദുരുദ്ദേശത്തിൽ ഫിലിം തീരുന്നതിന് തൊട്ടു മുമ്പേ പുറത്തിറങ്ങിയ പ്രകാശൻ ഞെട്ടി.
ട്യൂഷൻ പഠിപ്പിക്കുന്ന പാൽ കോളേജിലെ കണിശക്കാരനായ അധ്യാപകൻ ആ ഫിലിം കണ്ടിട്ട് പ്രകാശനെപ്പോലെ തന്നെ മുമ്പേ ഇറങ്ങിയതും മുഖാമുഖം കണ്ടതും വളരെ യാദൃശ്ചികം മാത്രം. പിന്നീട് അദ്ദേഹം പ്രകാശത്തിന് മാത്രം ഇളവുകൾ അനുവദിച്ചു നൽകിയിരുന്നു എന്നതും ഇവിടെ സ്മരണീയം. ഉണ്ണിമീശിക പള്ളിയിലെ അൾത്താരയിൽ കൊയർ പാടുന്ന മിടുക്കരായ ആൺകുട്ടികളും പെൺകുട്ടികളുമായി അവൻ ചങ്ങാത്തത്തിലായി. അവരോടൊന്നിച്ച് പാടണമെന്ന ആഗ്രഹം മൂത്തപ്പോൾ അവർ തന്നെ ഒരു വഴി കണ്ടുപിടിച്ചു. കൊയർ പാടുമ്പോൾ അവരിൽ ഒരാളായി കൂടെ നിന്ന് ചുണ്ടനക്കുക. ആളുകൾ വിചാരിക്കും പയ്യനും ഒരു ഗായകനാണെന്ന്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ. പക്ഷേ അന്നൊന്നും ഈ ധൂമകേതുക്കളുടെ ശല്യം ഇല്ലായിരുന്നു. ഒരു കാലത്ത് ഗ്രാമത്തിലെ ബസ് സ്റ്റോപ്പിൽ ദൂരയാത്ര കഴിഞ്ഞ് വരുന്ന ബസ് ഇറങ്ങുമ്പോൾ പ്രകാശിൻ്റെ മനസ്സിലേക്ക് കൂമൻകൊല്ലിയും രഘുവും ഒക്കെയായിരുന്നു തെളിയുക. അവൻ വായിച്ചിരുന്ന നല്ല പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളുമായി അവന് ബന്ധമുള്ളതുപോലെ പലപ്പോഴും തോന്നിയിരുന്നു. അടുത്ത വീട്ടിലെ വരാന്തയിലെ പഴയ മെറിറ്റിൻ്റെ തയ്യൽ മെഷീനിൽ പതിവായി തുണി തയ്ച്ചുകൊണ്ടിരുന്ന ഗീതച്ചേച്ചിയെ കാണുമ്പോൾ ബി ഹാപ്പി എന്നു മാത്രം കൈലേസിൽ തുന്നിക്കൊണ്ടിരുന്ന ചെറിയമ്മയും കോവിലനും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുമായിരുന്നു. പ്ലാവിലും മാവിലും കയറി ഓടിക്കളിക്കുന്ന അണ്ണാറക്കണ്ണന്മാരെ കണ്ടപ്പോൾ ഭൂമിയിലെ അവകാശികൾ എഴുതിയ ഒറ്റമുണ്ടൊടുത്ത ഷർട്ടിടാത്ത കറുത്ത ഫ്രെയിമുള്ള കണ്ണട വെച്ച സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ മുമ്പിലെത്തി ചിരിക്കുന്നത് പോലെയും അയാൾക്ക് തോന്നി. വെള്ളപ്പൊക്കത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തകഴിയും ഡൽഹി നഗരത്തെക്കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ മുകുന്ദനും അയാളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. ആ കാലം എല്ലാം അസ്തമിച്ചു പോയിരിക്കുന്നു. ഇപ്പോൾ ഓരോ ദിവസവും പ്രകാശൻ പ്രാർത്ഥിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു: ഇന്ന് ഒരു ധൂമകേതുവും മുന്നിൽ വന്ന് പെടരുതേ എന്ന്. അതെ, ധൂമകേതുക്കൾ ചുറ്റുപാടുകളിൽ പ്രദക്ഷിണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പല പേരുകളിൽ, പല രൂപങ്ങളിൽ. ധൂമകേതുക്കൾ ശ്രീ പൂന്തോട്ടത്ത് വിനയകുമാർ അവതരിപ്പിച്ച കഥയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി ഷീജ MS അവതരിപ്പിച്ച കവിതകൾ. ആധുനികതയുടെ കാലത്ത് എന്തും കൃത്രിമമായി ലഭിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ചിന്തനാതീതമാണ്. കവിത. ജീവഭ്രൂണ വിപണി. യാത്ര നീളുകയാണ് എവിടേക്കൊക്കെയോ, ലോകമേ നിന്നിലൂടെ ഭയാനക യാത്രകൾ. യാത്ര നീളുകയാണ് എവിടേക്കൊക്കെയോ, ലോകമേ നിന്നിലൂടെ ഭയാനക യാത്രകൾ. നീറുന്ന കാഴ്ചകളുടെ ഊടുവഴികളിലേക്കോ, വേദനകളുടെ വെളിച്ചത്തിൻ തിരിനീട്ടി ഉള്ളകം പൊള്ളിക്കരയുകയോ ഞാനിവിടെ, വിലാപം തൊണ്ടയിൽ കുടുങ്ങി മരിക്കയോ. യാത്ര നീളുകയാണ് എവിടേക്കൊക്കെയോ, ലോകമേ നിന്നിലൂടെ ഭയാനക യാത്രകൾ. എത്തിയതെവിടെന്നു പകച്ചു ഞാൻ ഞെട്ടലോടറിഞ്ഞിതു ഭ്രൂണവിപണി. ലായനികളിൽ ഉറയുന്നതു ജീവന്റെ തുടിപ്പുകൾ, തിരക്കേറുമിവിടം നിർജീവത്വവും നിശ്ചലം. ആരോ വിസർജിച്ചു വില വാങ്ങും മനുഷ്യജന്മത്തിൻ വേരുകൾ, മാതൃത്വമേശാത്ത വാടക ഗർഭപാത്രങ്ങളിൽ. ഇന്നു കുരുന്നുകൾ വിലയ്ക്കു വാങ്ങുമൊരു ബീജം, ആരോ ചുമക്കുന്നു ആർക്കൊക്കെയോ വേണ്ടി, എവിടൊക്കെയോ ചെന്നു ചേരുന്നു. മാനുഷഭ്രൂണമിതു പോഷകസമൃദ്ധം, വിലയേറുമെങ്കിലും രുചിയിൽ മുമ്പനത്രേ. ദാതാവിൻ ഗുണഗണങ്ങൾ നിരത്തി ഭ്രൂണങ്ങൾ വിദേശയാത്രയ്ക്കൊരുങ്ങുന്നു, പരീക്ഷണങ്ങളുടെ മുനകളവയ്ക്കുമേൽ. യാത്ര നീളുകയാണ് എവിടേക്കൊക്കെയോ, ലോകമേ നിന്നിലൂടെ ഭയാനക യാത്രകൾ. കാണാത്ത ഉൾക്കാഴ്ചകൾക്കപ്പുറം കുഞ്ഞുങ്ങളെ വിറ്റുമന്നമുണ്ണും നാട്ടിൽ, മിഴിയിലാഴും സൂചി മുനകളാൽ കാഴ്ച പോയി ഭിക്ഷാടനത്തിൻ്റെ അഴുക്കുചാലിൽ. 1000 കുഞ്ഞു ജന്മങ്ങൾ തേങ്ങുമ്പോൾ ഏറ്റുവാങ്ങുമോ
നിങ്ങളീ നൊമ്പരം? ഏറ്റുവാങ്ങുമോ നിങ്ങളീ നൊമ്പരം? ദുരമൂത്ത മനുജന്റെ നെറികേടിൽ അന്യമാകുന്ന പദം മാതാപിതാക്കൾ. ദാതാക്കൾ എന്നത്രേ നാളെ അതിനു പേർ. ദുരമൂത്ത മനുജന്റെ നെറികേടിൽ അന്യമാകുന്ന പദം മാതാപിതാക്കൾ. ദാതാക്കൾ എന്നത്രേ നാളെ അതിനു പേർ. ദാതാവിനായിരങ്ങൾ പിറന്നിടാം നാളെ ഓരോ വാടക ഗർഭപാത്രത്തിൽ നിന്നും. സോദരറിണയാകും ദയനീയതയിലേക്ക് വിദൂരമല്ല ദൂരം അറുതിയെന്നിനി. യാത്ര നീളുകയാണ് എവിടേക്കൊക്കെയോ, ലോകമേ നിന്നിലൂടെ ഭയാനക യാത്രകൾ. ഭൂമിദേവി നീ മരിക്കുക, നിൻ കൺകൾ ചൂഴ്ന്നെറിയുക ഹൃദയവും. കാരണം നീ ചുമക്കുന്നവർ മൃഗസമാനർക്കപ്പുറം. എങ്കിലും മകൻ്റെ കൺകളിൽ വെളിച്ചമേകാൻ ഒരമ്മ നൽകിയൊരാ ഉയിരിൻ പിടച്ചിലും ചകിതമിഴികളും നീളും വഴികളിലൂടലയുമ്പോൾ. യാത്ര നീളുകയാണ് എവിടേക്കൊക്കെയോ, ലോകമേ നിന്നിലൂടെ ഹോ ഭയാനക യാത്രകൾ. ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ എവിടെയോ നഷ്ടപ്പെടുന്ന സ്നേഹത്തിൻ്റെ കണികകൾ. അപ്പോഴും പ്രതീക്ഷയോടെ മക്കൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് കാത്തിരിക്കുന്ന അച്ഛനമ്മമാർ. മക്കളെ വേർപെട്ട അച്ഛനമ്മമാർക്കും മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കൾക്കും സമർപ്പിക്കുന്നു ഈ കവിത. അവൾ. പാട്ടിനെ പ്രണയിച്ച പാട്ടുകാരി, പൂമ്പാറ്റ പോൽ പാറി നടന്ന കാലം. പാട്ടിനെ പ്രണയിച്ച പാട്ടുകാരി, പൂമ്പാറ്റ പോൽ പാറി നടന്ന കാലം. അച്ഛനും അമ്മയ്ക്കുമേകപുത്രി, വളർന്നേറെ ലാളനയേറ്റുവാങ്ങി. മറുകുകുത്തി നല്ല പൊട്ടു തൊട്ടു, കൊഞ്ചലോടച്ഛൻ്റെ കൈ പിടിച്ചു. പുള്ളിയുടുപ്പിട്ടു തുള്ളിയാർത്തു, പള്ളിക്കുടത്തിലവൾ പോയിരുന്നു. നൃത്തം ചവിട്ടുവാൻ, പാട്ടുപാടാൻ, കഥ പറഞ്ഞിടുവാൻ, കളിച്ചിടുവാൻ ഏറെ മോഹിച്ചവൾ കുറുമ്പുകാരി, പാട്ടിനെ പ്രണയിച്ച പാട്ടുകാരി. കോവിലിൻ മുറ്റത്തു മാല കെട്ടും കൊച്ചു കറുമ്പനിൽ കണ്ണുടക്കി മോഹിച്ചവനെയാ പാട്ടുകാരി, പാട്ടിനെ പ്രണയിച്ച പാട്ടുകാരി. യൗവനം തളിരിട്ട ചില്ലകളിൽ മൊട്ടിട്ടു പ്രണയത്തിൻ മാമ്പൂവുകൾ. കരം പിടിച്ചവനെയും പരിണയിച്ചു, പാട്ടിനെ പ്രണയിച്ച പാട്ടുകാരി. ദിനരാത്രങ്ങൾ പലതും കൊഴിഞ്ഞു വീണു, പ്രതീക്ഷ തൻ നാമ്പുകൾ കരിഞ്ഞുപോയി. ദിനരാത്രങ്ങൾ പലതും കൊഴിഞ്ഞു വീണു, പ്രതീക്ഷ തൻ നാമ്പുകൾ കരിഞ്ഞുപോയി. ഒട്ടുനാളേറെ കഴിയും മുമ്പേ ഗർഭവതിയാമവളെ പരിത്യജിച്ചു. ജീവിതം തന്നൊരാ കനൽക്കട്ടകൾ കോരിയെടുത്തവൾ കൈകളാലെ. ജീവിതം തന്നൊരാ കനൽക്കട്ടകൾ കോരിയെടുത്തവൾ കൈകളാലെ. ഗർഭാലസ്യത്താൽ തളരുമ്പോഴും കൂലിപ്പണിക്കവൾ പോയിരുന്നു. കല്ലു പൊട്ടിക്കുവാൻ, വിറകു ചുമന്നിടാൻ കഷ്ടതയേറെ സഹിച്ചിരുന്നു. ആതുരാലയ വരാന്തയിൽ കിടന്നവളും തൻ്റെയാ പുത്രനു ജന്മമേകി. തൊണ്ട വരണ്ടു, മിഴി തളർന്നു, ദാഹജലത്തിനവൾ പരതി.
പെറ്റ വയറ്റിലെയാളൽ മാറ്റാൻ ആരോ വിളമ്പിയ കഞ്ഞിമോന്തി ഏന്തി നടന്നവൾ കുഞ്ഞുമായി. ആരോരുമില്ല പിഴച്ചവൾക്ക്, ആട്ടിയോടിക്കുന്നു പൊതുജനവും. പട്ടിണിയോടെ പരിവട്ടമോടെ പരാതികളില്ലാതെ കഴിഞ്ഞവളും, മിഴി പെയ്തു തോരാത്ത രാത്രികളും കഠിനാധ്വാനത്തിൻ പകലുകളും. മകനെയും മാറോടു ചേർത്തണച്ചു ചോർന്നൊലിക്കും കൂരയ്ക്കു കീഴേ, വാർന്നൊഴുകും മിഴിയുമായി അവൾ കിടന്നു, വാർന്നൊഴുകും മിഴിയുമായി അവൾ കിടന്നു. അരിയില്ലാതെ തിളയ്ക്കും വെള്ളത്തിൽ അവളുടെ കണ്ണീരിനുപ്പു വീണു. അരിയില്ലാതെ തിളയ്ക്കുമാ വെള്ളത്തിൽ അവളുടെ കണ്ണീരിനുപ്പു വീണു. പിന്നാമ്പുറത്തു നിന്നു വിളിക്കുന്നു അവളുടെ മേനി കൊതിക്കും കഴുകന്മാർ. പ്രേമവായ്പുകൾ, ഭീഷണികൾ, ആക്രോശമങ്ങനെ പ്രലോഭനത്തിൻ്റെ ചതിക്കുഴികൾ. സമൂഹമേ നിന്റെ ദുഷ്ചിന്തമേൽ കാർക്കിച്ചു തുപ്പുകയാണിന്നു ഞാൻ. സമൂഹമേ നിന്റെ ദുഷ്ചിന്തമേൽ കാർക്കിച്ചു തുപ്പുകയാണിന്നു ഞാൻ. കണ്ണീരിനുപ്പുമാ ഉൾക്കരുത്തും ചോര നീരാക്കിയും വേർപ്പൊഴുക്കി, മകനായി മാത്രമായി ആ ജീവിതം അമ്മ ത്യജിച്ചൊരാ സൗഭാഗ്യമെല്ലാം മകനിൽ ചൊരിഞ്ഞൊരാ ഈശ്വരനും. നല്ലൊരു വേലയും മണിമാളികയും നല്ലൊരു പാതിയും മക്കളുമായി. എങ്കിലും തമ്മിൽ ഉരിയാടാതയാ മകൻ അകത്തളത്തിലാ അമ്മയും തനിയെ. വന്ന വഴികളെ ഇപ്പാവമമ്മയെ ഓർക്കാതെ പോയി നീ മകനെ. ഏകാന്തവാസം വിധിക്കുന്നുവോ നീയും അമ്മയ്ക്കു തണലായി നിന്നിടാതെ. കൊറോണ വന്നിട്ടും പൊന്നോണമായിട്ടും പെറ്റമ്മയെ തേടി നീ വന്നതില്ല. ഒരു നോക്കു കാണാൻ കൊതിക്കുമ്പോഴും കാതു നിൻ സ്വനം കേൾക്കാൻ വെമ്പുമ്പോഴും. അവളുടെ ദുഃഖമീ ഈണമായി, അവളുടെ പാട്ടിലീ ദുഃഖമുണ്ട്. നിന്നോർമതൻ കണ്ണീരിനാഴമുണ്ട്. അവളുടെ പാട്ടിലീ ദുഃഖമുണ്ട്. പാട്ടിനെ പ്രണയിച്ച പാട്ടുകാരി ഇപ്പാട്ടിൽ ദുഃഖം മറന്നിടുന്നു. ചിറകറ്റു വീഴും വരേക്കും പറന്നിടുന്നു. ചിറകറ്റു വീഴും വരേക്കും പറന്നിടുന്നു. നീ എന്ന പ്രതീക്ഷ മരിക്കും വരെ, നീ എന്ന പ്രതീക്ഷ മരിക്കും വരെ. പാട്ടിനെ പ്രണയിച്ച പാട്ടുകാരി പൂമ്പാറ്റ പോൽ പാറി നടന്നിരുന്നു. ഷീജ MS അവതരിപ്പിച്ച കവിതകളോടെ ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു. ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 8 മണിക്ക്.